ഇപ്പോൾ സിനിമ ഫീൽഡിലേക്കാണ് നമ്മുടെ മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്നത്. ഇതിനു മുമ്പ് 3 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 6 ചെയ്തിട്ടുണ്ട്. 6 ചെയ്തിട്ടുണ്ട്. കന്നഡ ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് മലയാളത്തിലേക്ക് വരുന്നത്. അത് താങ്കളുടെ ലൈഫ് സ്റ്റോറിയാണോ? എന്റെ ലൈഫ് സ്റ്റോറിയാണ് അത്. എന്തുകൊണ്ടാണ് ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്റെ ലൈഫ് സ്റ്റോറി ചെയ്യാനാണ് ആദ്യം ആഗ്രഹം. അത് എന്തുകൊണ്ടാണ് മലയാളം തന്നെ ചൂസ് ചെയ്യാൻ കാരണം? മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് തമിഴ് എല്ലാ ഇതും ചെയ്തു, പക്ഷെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതല്ലേ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് പേര് ഈ ഫീൽഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എല്ലാ രീതിയിലും നമുക്ക് സത്യം പറഞ്ഞ സിനിമ നമുക്ക് പറയാനും കാണാനും അറിയാം, ബാക്കിയുള്ളതൊന്നും അറിയത്തില്ല. നമുക്ക് ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ ഫീൽഡിലും പറ്റിക്കണ്, എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ആ രീതിക്ക് നമ്മൾ നോക്കി നമ്മൾ കുളിയുന്ന അതിലിട്ട് നമ്മൾ അതിൽ ചാടാൻ പറ്റും. മനസ്സിലാക്കി കുറച്ച് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ചുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് പോവാന്നുള്ള തീരുമാനിച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കി. നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാമോ? ഈ വർഷം കാണാം. നടന്നിട്ടിരിക്കുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ. സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, കമ്പനി തുടങ്ങും. കൊച്ചിയിൽ തന്നെ ആദ്യം തുടങ്ങണമെന്നുള്ള ഇതിലിപ്പം ഓഫീസ് എല്ലാം സെറ്റാക്കി അഡ്വാൻസും കൊടുത്ത് ഇപ്പം ജോലി നടന്നിരിക്കുന്നു. എന്തായാലും ഒരു വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും. നമ്മൾ ഒറ്റ മൈൻഡ് എന്ത് ബിസിനസ് ചെയ്താലും ഇപ്പൊ എനിക്ക് ടോട്ടൽ ഇന്റർനാഷണൽ ഫുൾ 246 ബിസിനസ് ഉണ്ട്. അതില് ചാരിറ്റി തനിയുണ്ട്, കോളേജ് സെപ്പറേറ്റ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മൾ തുടർന്നൊക്കെ ബിസിനസ് പൈസ ഉണ്ടാക്കണമെന്നില്ല, എല്ലാം ഹെൽപ്പിങ് തന്നെ. നമ്മൾ നാം മാത്രം ഇങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാര്യമില്ല. ആ കണ്ണിൽ കാണുന്നതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മൾ ആഗ്രഹത അതുപോലെ കുറച്ച് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു 10 പേര് വിചാരിച്ചാൽ മതി, നമ്മളെ ലോകം സെറ്റാവും. അങ്ങനെ പോയ സ്ഥലത്ത് പോകുമ്പോൾ അറിയാം നമുക്ക് നമ്മൾക്ക് എത്രയോ മേലല്ലേ. കുറെ ആൾക്കാർക്ക് എന്താ കണ്ണില്ല, കാതില്ല, അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. പിന്നെ തിന്നാൻ ഒരു നേരം തിന്നാൻ പോലും നമ്മളിവിടെ ചോറൊക്കെ വേസ്റ്റ് ചെയ്യുക, അവർക്ക് ആ വേസ്റ്റ് പോലും ഇല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിന്നാൻ ഫുഡില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഒരു നേരം പോലും നമ്മളെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ കൊണ്ട് ഭയങ്കര വിഷമായി. അതൊക്കെ നമുക്ക് തോന്നും നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും, കാണുന്നവരെ സഹായിക്കാൻ പറ്റും. നമ്മൾ കാണാതെ എത്ര പേരുണ്ട്, പ്രാർത്ഥിക്കാനേ പറ്റും. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ കേൾക്കാണ്ട് ഇപ്പൊ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നമ്മുടെ തെറ്റല്ല, ദരിദ്രനായിട്ട് മരിക്കുന്നത് നമ്മുടെ തെറ്റാണ് എന്നുള്ളത്. അത് ശരിയാണ്, എന്നുവെച്ചാ അത് സത്യമാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്. നമ്മള് മുമ്പോട്ട് പോയാൽ നമ്മൾ വെറുതെ ദരിദ്രനായിട്ട് ഇരുന്നിട്ട് മുമ്പോട്ട് വളർച്ച വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിയും എല്ലാം ഉണ്ട്. നമ്മൾ തന്നെ കണ്ടെത്തണം എങ്ങനെയാണ്, എന്താണ്, നമ്മൾ എങ്ങനെ മുമ്പോട്ട് വേണം. തോറ്റാലും മുമ്പോട്ട് വേണം. അല്ല എൻ്റെ ബിസിനസ്സിൽ എത്ര തോറ്റാലും മുമ്പോട്ട് വരും. നിങ്ങൾ ഇതേ ആക്കത്തില്ല. ചിലവർ ഒരു രൂപ ഉണ്ടെങ്കിൽ കണക്ക് പറയും, നാടൊക്കെ നിസ്സാരമായിട്ട് പോയി എന്ന് വെച്ചാൽ പൈസ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആക്കിയിട്ട് നമുക്ക് അടുത്ത ജോലി നടക്കില്ല. മനസ്സിലായി? ഇതപ്പോൾ അടുത്ത 2 നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം അത് തന്നെ നമ്മൾ ആലോചിക്കണം. അത് നമ്മൾ ഒരു പോയെന്ന് വെച്ചാൽ 1 വർഷം പോയി സംസാരിച്ചിരുന്നാൽ 1 വർഷം വേസ്റ്റ് ആകും. ഒരു നിമിഷവും നമ്മൾ ആലോചിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ ഈ ലോകത്ത് ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഒരു മനുഷ്യനില്ല. എല്ലാ രീതിയിലും പല രീതിയുണ്ട്. ഇരുന്ന് കൊണ്ട് തന്നെ പല രീതി നമ്മൾ മൈൻഡ് നമ്മൾ ഇതാക്കണം. മൈൻഡ് വല്ലതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് രീതിയിൽ കൊണ്ടുപോകാൻ 99% ആൾക്കാർ ഇവിടെ ഉണ്ട്. കുടിക്കണ വാ കൊണ്ടുപോവാം, നീ വീട്ടിൽ തിന്നാനില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ല, കുടിക്കാൻ കൊണ്ടുപോകും. നീ അത് തെറ്റായ വഴിക്ക് പോകണമെങ്കിൽ ആൾക്കാരുണ്ട്. നീ എനിക്ക് വീട്ടിലെ അമ്മയ്ക്ക് വയ്യ, അച്ഛന് വയ്യ, വൈഫിന് വയ്യ, അപ്പോൾ ഞാൻ ഇടേ ഇപ്പം വിളിക്കാം, നാളെ കാണാം, അത്രയേ ഉള്ളൂ. ഇതാ ഈ ലോകം. നശിക്കാൻ ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ എണീറ്റ് ഇന്ന് വரைക്കും ഇത്രയും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കില്ലാത്ത ഇതാ, എനിക്ക് എന്ത് ചോദിച്ചാൽ എനിക്ക് എല്ലാ രീതിയിലുള്ള ഫ്രണ്ട്സും ഉണ്ട്, റൗഡീസുണ്ട്, എല്ലാ രീതിയിലുള്ള ഫ്രണ്ട്സും ഉണ്ട് എനിക്ക്. പക്ഷേ അവരെ പോലെ നമ്മൾ ആവണമെന്നില്ലല്ലോ.
നമ്മുടെ അടുത്ത് അവൻ എങ്ങനെ ഇരിക്കണോ അതേ നമുക്ക് വേണം. അതേ എല്ലായിടത്തും നോക്കത്തുള്ളൂ. എൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കുന്നോ അതേ ഞാൻ നോക്കത്തുള്ളൂ. എനിക്ക് അവനെ എനിക്ക് വേണ്ട. അങ്ങനെയാ.